തൽക്കാലം നമുക്ക് ഇത്രയും മനസ്സിലാക്കാം. അത് ശരീരത്തിനകത്തുണ്ട്, അതുള്ളത് കൊണ്ടാണ് ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് നീങ്ങിയാൽ ശരീരം ശവമായി. ശവം എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? പ്രാണൻ സ്പന്ദിക്കാത്ത ശരീരത്തെയാണ് ശവം എന്ന് പറയുന്നത്. പ്രാണന്റെ സ്പന്ദനം എന്തുകൊണ്ട് നിലയ്ക്കുന്നു? ചിത്ത് ആ ശരീരത്തിൽ നിന്ന് അകന്നു പോകുന്നത്. ചിത്തിന്റെ ശക്തിവിശേഷമാണ് പ്രാണൻ. ചിത്ത് ശരീരത്തിൽ നിന്ന് നീങ്ങിയാൽ പ്രാണസ്പന്ദനം ആ ശരീരത്തിലുണ്ടാവില്ല. ശരീരത്തിൽ സ്പന്ദിച്ചു കൊണ്ടിരുന്ന പ്രാണൻ പുറത്ത് സ്പന്ദിക്കാൻ തുടങ്ങും. സൂക്ഷ്മ ശരീരമാണ് സ്ഥൂല ശരീരത്തിൽ നിന്ന് വേർപെടുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ശാസ്ത്രങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആ സൂക്ഷ്മ ശരീരത്തിൽ സ്പന്ദിച്ചു തുടങ്ങും പ്രാണൻ. വാസ്തവത്തിൽ ഈ പ്രാണൻ എപ്പോഴും സൂക്ഷ്മ ശരീരത്തിലാണ് സ്പന്ദിക്കുന്നത്. ആ സൂക്ഷ്മ ശരീരത്തോടുകൂടി ചേർന്ന് ഈ സ്ഥൂല ശരീരം നിൽക്കുമ്പോൾ സ്ഥൂല ശരീരത്തിൽ പ്രാണൻ സ്പന്ദിക്കുന്നു എന്ന് നമ്മൾ കരുതും. വാസ്തവത്തിൽ പ്രാണൻ എപ്പോഴും സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണ്. ഈ ഒരു കൂടിനുള്ളിൽ, ശരീരമാകുന്ന കൂടിനുള്ളിൽ സൂക്ഷ്മ ശരീരം എന്ന കൂട് സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിലാണ് പ്രാണന്റെ സ്പന്ദനം. പക്ഷെ നമ്മൾ പറയുന്നത് ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രാണൻ സ്പന്ദിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് നമുക്കറിയില്ല. അങ്ങനെ ഒന്നുണ്ടെന്ന് പോലും നമുക്കറിയില്ല. അതാണ് വാസ്തവത്തിൽ മരണവേളയിൽ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിലാണ് ഈ പ്രാണന്റെ പ്രവർത്തനം. ഇപ്പൊ എങ്ങനെ അന്വേഷിക്കും എന്ന് പറഞ്ഞാൽ അത് താനായി പ്രകാശിക്കുന്ന സത്യമാണ്. താനായി പ്രകാശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ ജീവിയുടെയും ഉള്ളിൽ ഞാനുണ്ട് എന്ന അനുഭവമായി പ്രകാശിക്കുന്നതേതോ അതാണ് ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെ എവിടെയാണ് അന്വേഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ പുറത്ത് അന്വേഷിച്ചിട്ട് കഥയില്ല. പുറത്ത് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ജഡങ്ങളെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അനുഭവം നമ്മുടെ ഉള്ളിലാണല്ലോ. ഞാനുണ്ട് എന്നുള്ള അനുഭവം ശരീരത്തിന് പുറത്തല്ലല്ലോ. ആ അനുഭവത്തിൽ അന്വേഷിക്കും. അവനവൻ്റെ മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും ഉൾപ്പെട്ട ഈ ജഗത്ത് മുഴുവൻ അഖണ്ഡ ബോധസ്വരൂപനായ പരമാത്മാവിൻ്റെ ദിവ്യരൂപമാണെന്ന് കണ്ടെത്തണം. അതിനു വേണ്ടിയാവണം നമ്മുടെ ശിഷ്ടജീവിതം, മനുഷ്യജീവിതം, മനുഷ്യജന്മം എന്ന് പറയുന്നത്. ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഈശ്വരൻ കനിഞ്ഞ് നൽകിയിട്ടുള്ളതാണ്. അതാണ് ജീവിത ലക്ഷ്യം. പക്ഷേ നമ്മൾ അതിനെ മാത്രം ജീവിത ലക്ഷ്യമായി അംഗീകരിക്കുന്നില്ല. ഓരോ വ്യക്തിക്കും ഓരോരോ സമയത്ത് ഓരോരോ ലക്ഷ്യങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. അവസാനം എന്താ? മരിക്കാൻ പോകുന്നു, കിടക്കുന്നു. ഇപ്പോഴെന്താണ് നിങ്ങളുടെ ലക്ഷ്യം? കുറച്ചു കാലം കൂടെ ജീവിക്കണം. അത് പറ്റില്ലല്ലോ സുഹൃത്തെ, നിങ്ങളുടെ പ്രാരബ്ധം അവസാനിച്ചല്ലോ, പോകാൻ സമയമായി, ഇനി അധിക നേരമില്ല, പോയേ പറ്റൂ. അപ്പോൾ ഇനി കുറച്ചുകൂടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിതത്തെ ഭഗവാൻ എക്സ്റ്റെൻഡ് ചെയ്യാറില്ല. ഒരു 2 വർഷം കൂടെ എക്സ്റ്റൻഷൻ ആ പരിപാടിയില്ല. കാലാവധി നീട്ടിക്കിട്ടുക അല്ലെങ്കിൽ നീട്ടിക്കൊടുക്കുന്നത് ഈശ്വരൻ്റെ കർമ്മമല്ല. നമ്മുടെ കാലാവധി നേരത്തെ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ആ സമയമടുത്താൽ പ്രാണൻ ശരീരത്തിൽ നിന്ന് പുറത്ത് കടന്നേ പറ്റൂ. അതിനെ മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല. ഈശ്വരനെ ശരണം പ്രാപിച്ചാൽ പോലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ആ കൃത്യസമയത്ത് മരിക്കാതിരിക്കാൻ പറ്റില്ല. അല്ല ഭഗവാന് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഈ ഇന്ന സമയത്ത് ഇന്ന ദിവസം ഇത്ര മണിക്ക് മരിക്കണം എന്ന് തീരുമാനിച്ചത് ഈ ഭഗവാനാണ്. അദ്ദേഹത്തോട് തന്നെ നിങ്ങൾ വീണ്ടും ഒരു ആപ്ലിക്കേഷനുമായിട്ട് അങ്ങയുടെ ഈ തീരുമാനം ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ നടപ്പില്ല. ഒരു കോടതിയിലെ ജഡ്ജി ഒരു വിധിന്യായം പുറപ്പെടുവിക്കുന്നു. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഒരു കവറിൽ കൈക്കൂലി കവർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചെറിയ കവർ, കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയുള്ള ചെറിയ എൻവലപ്പാണ്. അതിൻ്റെ പേര് തന്നെ കൈക്കൂലി കവർ എന്നാണ്. എനിക്കിത് അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരു കടയിൽ ചെന്ന് ചോദിച്ചു, ഈ ചെറിയ കവറുണ്ടോന്ന്. നമ്മൾ ഈ കല്യാണത്തിനും മറ്റുമൊക്കെ സംഭാവന കൊടുക്കുന്ന ഈ ചെറിയ കവറിലിട്ടാണല്ലോ. അപ്പോൾ ഞാൻ കടക്കാനോട് ചെറിയ കവർ. അപ്പോൾ അദ്ദേഹം ആപ്ലിക്കേഷൻ ഇടുന്ന നീളത്തിലുള്ള കവർ തന്നു. ഞാൻ പറഞ്ഞു ഇതല്ല, ഇതിനേക്കാളും ചെറിയ പോസ്റ്റ് കാർഡിൻ്റെ വലിപ്പമുള്ള ആ സൈസിലുള്ള കവറുണ്ടോ എന്ന് ചോദിച്ചു. ഓ, കൈക്കൂലി കവർ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ കൈക്കൂലി കൊടുക്കാൻ വേണ്ടി ആണ് ഈ കവറ് ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. എത്ര അധപ്പതിച്ചിരിക്കുന്നു എന്ന് നോക്കും നമ്മുടെ രാജ്യം. കൈക്കൂലി കൊടുക്കാതെ ഇവിടെ ഒന്നും നടപ്പില്ല. ഈ കൈക്കൂലി കൊടുത്ത് ശീലമായതുകൊണ്ടാവും ഭക്തന്മാർ
അമ്പലത്തിൽ ഭണ്ഡാരപ്പെട്ടിയിൽ പൈസ കൊണ്ട് ഇട്ട് ഭഗവാനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുമോ എന്ന് നോക്കുന്നു. ഈശ്വരന് കൊടുക്കുന്ന കൈക്കൂലിയാണത്. കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർച്ച. ഞാൻ ഇതിനെയൊന്നും ആക്ഷേപിക്കുകയാണ് അല്ലെങ്കിൽ പരിഹസിക്കുകയാണെന്ന് മാത്രം വിചാരിക്കുക. നിങ്ങൾക്ക് ദൈവത്തിന് എന്തും കൊടുക്കാം, പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഭൗതികമായ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാവരുത് അങ്ങനെ കൊടുക്കുന്നത്. ഭഗവാനോടുള്ള അകൈതവമായ സ്നേഹം, ആ സ്നേഹം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം. ഭഗവാൻ ഒരു പൂജയോ പുഷ്പാഞ്ജലിയോ ഒക്കെ നിങ്ങൾക്ക് നേർച്ചയായിട്ട് നടത്താം, ഭണ്ഡാരപ്പെട്ടിയിൽ പൈസ കൊണ്ടിടുകയും ചെയ്യാം. പക്ഷേ ഞാനൊരു 10 രൂപ ഇടും, എനിക്ക് ഇന്നത് നടത്തിത്തരണം, ആ പരിപാടി വേണ്ട. നമുക്കെന്താണോ കിട്ടാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ എന്താണോ അനുഭവിക്കാനുള്ളത്, അത് അനുഭവിച്ചേ പറ്റൂ. അത് തീരുമാനിച്ചത് ഈ ദൈവമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ തന്നെ പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുന്നത് അത് നല്ലതല്ല. അദ്ദേഹം തീരുമാനിച്ചു പറഞ്ഞതാണ്, നിങ്ങൾ ഇത്ര കൊല്ലം ജീവിക്കണം, ഇന്നിന്ന സുഖദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിക്കണം, അത് നിങ്ങളുടെ പ്രാരബ്ധകർമ്മത്തിൽപ്പെട്ടതാണ്. അതിനെ മാറ്റിമറിക്കാൻ അമ്പലത്തിൽ ചെന്ന് പൈസ ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അതൊക്കെ മാറ്റിത്തരുമെന്ന് നിങ്ങൾ കരുതിയാൽ നിങ്ങളെ ബുദ്ധിശൂന്യൻ എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ പറ്റൂ. വേറൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്കറിവില്ല, ഈശ്വരതത്വത്തെ നിങ്ങൾ വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രമേ കരുതാൻ പറ്റൂ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ രോഗം മാറ്റണം, മകൾക്ക് നല്ല വിവാഹാലോചന ആരെങ്കിലും കൊണ്ടുവന്ന് തരണം, അതൊക്കെ നല്ലത് തന്നെ. ഞാൻ ആഗ്രഹം വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ അത് നടത്തിത്തന്നാൽ ആരെങ്കിലും ഏതെങ്കിലും നേർച്ച നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് ഭഗവാന് എന്തെങ്കിലും കൊണ്ട് കൊടുത്ത ചരിത്രമുണ്ടോ? നിങ്ങൾ പറയൂ, കള്ളം പറയരുത് എന്നോട്. ഇന്ന കാര്യം നടത്തി കിട്ടിയാൽ അവിടെ കൊണ്ടിടും. അത് നേർച്ചയോ തേങ്ങ അടിക്കുന്നതോ എന്തോ ആയിക്കോട്ടെ, മഹാഗണപതിയോട് പ്രാർത്ഥിക്കും, എൻ്റെ ഈ ആഗ്രഹമുണ്ട്, ഇത് നടത്തി തന്നാൽ ഞാൻ അങ്ങേക്ക് ഒരു തേങ്ങ അടിക്കാം. നടത്തി തന്നില്ലെങ്കിൽ ഇല്ല. ഇത് കൈക്കൂലിയല്ലാതെ വേറെന്താണ്? കമ്മീഷൻ അല്ലാതെ വേറെന്താണ്? നിങ്ങളുടെ കാര്യങ്ങൾ ഭഗവാൻ നടത്തിത്തരണം. നടത്തി കിട്ടിയാൽ അല്ലെങ്കിൽ നടന്നു കിട്ടിയാൽ അദ്ദേഹത്തിന് കൊടുക്കുന്നു. നിങ്ങൾ അടിക്കുന്ന ഈ തേങ്ങ ഈശ്വര സൃഷ്ടമായ പ്രപഞ്ചത്തിലാണ് രൂപപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് തെങ്ങ് വയ്ക്കാം, തെങ്ങിൻ്റെ തൈ കൊണ്ടുവന്ന് വയ്ക്കാം. തെങ്ങിൽ തേങ്ങ കായ്ക്കുന്നത്, തേങ്ങകൾ ഉണ്ടാവുന്നത് ഈശ്വരൻ്റെ അധീനതയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായ ഈ തേങ്ങയെ അദ്ദേഹത്തിന് തന്നെ കൊടുത്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തിത്തരാൻ ആവശ്യപ്പെടുന്നത് അത്ര നല്ല ഏർപ്പാടല്ല. എല്ലാം ഈശ്വരന് സ്വന്തമാണ്. അത് മനസ്സിലാക്കാതെ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോരോ പദാർത്ഥങ്ങളെ എടുത്ത് ഇതൊക്കെ അങ്ങേക്കിരിക്കട്ടെ, അത് അദ്ദേഹത്തിൻ്റെയാണ്, നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും ഉണ്ടോ സുഹൃത്തെ? പറയൂ. നിങ്ങൾ കൊണ്ടുവന്ന ജനിക്കുമ്പോഴേ കൊണ്ടുവന്ന നമ്മുടേത് എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അത് വേണം നിങ്ങൾ ഈശ്വരന് സമർപ്പിക്കാൻ. അങ്ങനെ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം രൂപപ്പെടുത്തിയത് ഈശ്വരനാണ്. ഇതൊന്നും നമ്മുടെ അറിവോടുകൂടി രൂപപ്പെട്ടവയല്ല. മാതൃഗർഭത്തിലിരിക്കുന്ന ശിശു, അതിൻ്റെ അവയവങ്ങൾ ഓരോന്നും എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് മാതാവിന് പോലും അറിയാൻ പറ്റില്ല. വളർച്ച പൂർത്തിയാവും. എപ്പോഴാണ് പ്രസവം? അമ്മയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പ്രസവ വേദന എടുക്കുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകും, അമ്മ പ്രസവിക്കും. അതിലും അമ്മയ്ക്ക് റോളൊന്നുമില്ല. കുഞ്ഞ് പുറത്തു വരും, അയ്യോ അച്ഛാ അമ്മ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കാം, വേദന സഹിക്കുക വയ്യാതെ. ഇപ്പം അതിനുള്ള സൗകര്യമില്ല, സിസേറിയനിലൂടെ കുട്ടിയെ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടേത് എന്ന് പറയാൻ ഈ ശരീരമോ പ്രാണനോ മനസ്സോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമ്മൾ സമ്പാദിച്ചത് അതൊന്നും നമ്മുടേതല്ല. അത് പണമായാലും മറ്റ് വസ്തുക്കളായാലും അതെല്ലാം പഞ്ചഭൂത നിർമ്മിതങ്ങളാണ്. പഞ്ചഭൂതങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനുള്ള കഴിവില്ല. ആ പഞ്ചഭൂതങ്ങളുടെ പലതരത്തിലുള്ള സംയോജനങ്ങളാണ് ഈ ലോകത്തിൽ കാണുന്ന വസ്തുക്കളെല്ലാം. അപ്പോൾ അതും നമ്മുടേതല്ല. അപ്പം എന്തെങ്കിലും നമ്മുടേത് അല്ലെങ്കിൽ ജീവന്മാരുടേത്, ഓരോ വ്യക്തിക്കും സ്വന്തമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒന്ന് മാത്രം നമ്മുടെ സ്വന്തമെന്ന് നമുക്ക് പറയാം. അതാണ് നമ്മുടെ ഉള്ളിലുള്ള ജീവഭാവം അല്ലെങ്കിൽ അഹങ്കാരം. അതിനെ വേണം ഈശ്വരന് സമർപ്പിക്കാൻ. ജീവഭാവത്തെ ആരെങ്കിലും സമർപ്പിക്കാൻ തയ്യാറാവുന്നുണ്ടോ? ജീവഭാവത്തെ ഈശ്വരന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റുമോ? എൻ്റെ ഉള്ളിലുള്ള ജീവഭാവത്തെ ഞാൻ എങ്ങനെയാണ് ഈശ്വരന് സമർപ്പിക്കുക?
അതിനുള്ള വഴിയുണ്ട്. ഈശ്വരനാണ് എൻ്റെ ഉള്ളിലെ ഞാനായി പ്രകാശിക്കുന്നത് എന്നറിയുക. അത് തന്നെയാണ് അഹങ്കാരത്തിൻ്റെ സമർപ്പണം. എൻ്റേതെന്ന് പറയാൻ എൻ്റെ ഉള്ളിലെ ജീവഭാവം മാത്രമേ ഉള്ളൂ. കാരണം അതിൽ മറ്റാർക്കും അവകാശമില്ല. ഓരോ വ്യക്തിക്കും ഓരോരോ ജീവഭാവം, ഓരോ ഞാനാണുള്ളത്. നമുക്ക് വേറൊരാളുടെ ഞാനിനെ എനിക്ക് സ്വീകരിക്കാനോ എൻ്റെ ഉള്ളിലെ ഞാനിനെ വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യാനോ ഉള്ള കഴിവ് എനിക്കില്ല. എൻ്റെ ഞാൻ എനിക്ക് മാത്രം, എൻ്റെ സ്വന്തം, അത് എന്നും എൻ്റേത് മാത്രമായിരിക്കും. അപ്പം അത് മാത്രമേ നമ്മുടേതായിട്ടുള്ളൂ. നമ്മുടേതായിട്ടുള്ളതിനെ വേണം ഈശ്വരന് സമർപ്പിക്കാൻ. അതുകൊണ്ട് ജീവഭാവത്തെ ഭഗവാന്റെ പാദകമലങ്ങളിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഒരു വ്യക്തിത്വമില്ല, അങ്ങ് മാത്രം എന്ന ഉറപ്പ് നേടുക. അതാണ് നമുക്ക് ഈശ്വരന് നൽകാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമർപ്പണം. ജീവഭാവത്തെ ഭഗവാന്റെ പാദകമലങ്ങളിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അമ്പലത്തിൽ ചെന്ന് ആ വിഗ്രഹത്തിൻ്റെ ചുവട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിലുള്ള ഏതെങ്കിലും വിഗ്രഹത്തിൻ്റെ ചുവട്ടിൽ വിഗ്രഹം ഉണ്ടാവും, വിഗ്രഹത്തിന് പാദങ്ങളും ഉണ്ടാവും. പക്ഷേ ഈ ജീവഭാവത്തെ ഞാൻ എങ്ങനെ സമർപ്പിക്കും? അത് സ്ഥൂലമായ ഒന്നല്ലല്ലോ. സ്ഥൂലമായ ഒന്നല്ലെങ്കിലും അങ്ങാണ് എൻ്റെ ഉള്ളിലെ ഞാനായി പ്രകാശിക്കുന്നത്. ഞാനെന്ന ഒരു വേറിട്ട വ്യക്തിത്വം ഇല്ല. അങ്ങ് മാത്രമാണ് സത്യം. അങ്ങാണ് സകല ജീവശരീരങ്ങളിലും ഞാനായി പ്രകടമാകുന്നത് എന്ന് അംഗീകരിക്കുക. അത് തന്നെയാണ് സമർപ്പണം. ആ സത്യത്തെ ഉൾക്കൊള്ളുക. അല്ലാതെ വേറെ സമർപ്പണമൊന്നും ഇല്ല. ഈ ഒരു സമർപ്പണം ചെയ്യാൻ ആരും തയ്യാറില്ല. പറഞ്ഞാലും ഞാനിനെ വിട്ടുകൊടുക്കാൻ ആരും തയ്യാറില്ല. ഞാനിനെ വിട്ടുകൊടുത്താലുള്ള ഒരു കുഴപ്പം എന്തെന്നറിയാമോ? പിന്നെ എൻ്റേത്, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, ഇതൊന്നും മിണ്ടിപ്പോരുത്. നിങ്ങളുടെ ഞാനിനെ തന്നെ നിങ്ങൾ ഈശ്വരന് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒന്ന് എൻ്റേതാണ്, ഈ വീട് എൻ്റേതാണ്, നിലവും പുരയിടവും ഒക്കെ എൻ്റേതാണ്, ബാങ്കിൽ കിടക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് എൻ്റേതാണ്. നിങ്ങളുടെ ഞാനിനെ തന്നെ ഈശ്വരന് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി എന്തെൻ്റേത്? മിണ്ടിപ്പോരുത്. ആ ഭാവം നിങ്ങളുടെ ഉള്ളിൽ ഉദിക്കാൻ പാടില്ല. അതിത്തിരി കടന്ന കൈയാണ്. ആ സമർപ്പണം ചെയ്യാൻ പ്രയാസവുമാണ്. അതിന് തയ്യാറാകുന്നവർ വളരെ ചുരുക്കവുമാണ്. ഞാനിനെ വിട്ടുകൊടുത്തുള്ള ഒരു പരിപാടിക്ക് നമ്മളില്ല. ഞാനിനെ നിലനിർത്തിക്കൊണ്ട് ഞാനിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഞാനില്ലാതാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമുള്ള കാര്യമാണോ അത്? ആരെങ്കിലും അത് ഇഷ്ടപ്പെടുമോ? നിങ്ങളുടെ ഉള്ളിലെ ഞാൻ ഇനി ഉണ്ടാവത്തില്ല. ഒരു ഭയമല്ലേ ഉള്ളിൽ തോന്നുന്നത്, ഇല്ലേ? ഞാനില്ലാതാവുക. ഞാനില്ലാതായാലാണ് അനന്തമായ സുഖം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. സുഖം മാത്രം വേണം, ഞാനിനെ വിടാൻ തയ്യാറില്ല. നടക്കില്ല. ഞാനിനെ വെച്ചോണ്ട് നിങ്ങൾക്ക് സുഖിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സുഖത്തിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ജീവഭാവമാണ്. അതിനെ തച്ച് തകർക്കാതെ ആത്മജ്ഞാനമോ അല്ലെങ്കിൽ അതിലൂടെ നേടേണ്ട സുഖമോ നമുക്ക് നേടാൻ കഴിയില്ല. അഹങ്കാര നാശം, അഹങ്കാര വിലയം, അത് സാധിക്കാതെ സുഖമായി കഴിയാമെന്ന് ആരും കരുതണ്ട. അത് നടപ്പില്ല. അതാണ് ഇവിടെ പറയുന്നത്. അവനവൻ്റെ മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും ഉൾപ്പെട്ട ഈ ജഗത്ത് മുഴുവൻ അഖണ്ഡ ബോധസ്വരൂപനായ, ബോധം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ അനുഭവം, അതിനെയാണ് ചിത്ത്, ആത്മാവ്, ബ്രഹ്മം എന്നൊക്കെ പറയുന്നത്. അത് അത്യന്തം സൂക്ഷ്മമാണ്. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയവയ്ക്കൊന്നും അതിനെ ഗ്രഹിക്കാൻ സാധ്യമല്ല. അതിസൂക്ഷ്മമായ അല്ലെങ്കിൽ നിർമ്മലമായ ബുദ്ധി കൊണ്ട് മാത്രം അറിയപ്പെടേണ്ട ഒന്നാണത്. അങ്ങനെ അതിനെ സാക്ഷാത്കരിച്ചവർ ഈ പ്രപഞ്ചവും പ്രപഞ്ച പദാർത്ഥങ്ങളും ജീവജാലങ്ങളും എല്ലാം തന്നെ ഭഗവാന്റെ ദിവ്യരൂപങ്ങളാണ് എന്നറിയുന്നു. അവർക്ക് ഈശ്വരനല്ലാതെ മറ്റൊന്നും അവരുടെ അനുഭവമണ്ഡലത്തിലില്ല. മണ്ണിൽ പാത്രരൂപങ്ങളെന്ന പോലെ ഒരേ പരമാത്മവസ്തുവിൻ്റെ രൂപഭേദങ്ങൾ മാത്രമാണ് പ്രപഞ്ചം എന്ന് കണ്ടെത്തണം. മണ്ണിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നവയാണ് മൺപാത്രങ്ങൾ. പാത്രം എന്നൊരു വസ്തുവില്ല. ഉണ്ടോ? മൺചട്ടി അല്ലെങ്കിൽ മൺകലം, മണ്ണുകൊണ്ടുള്ള തവി, മണ്ണുകൊണ്ടുള്ള അടുപ്പ്, അല്ലെങ്കിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച അനേകം രൂപങ്ങൾ. ഇതിലെല്ലാറ്റിലും ഉള്ളത് മണ്ണാണ്. രൂപങ്ങളിൽ മാത്രമേ ഉള്ളൂ ഭേദം. ഒരേ മണ്ണ് പല രൂപങ്ങളായിട്ട് കാണപ്പെടുന്നു. അതിനെന്താ? വസ്തു മണ്ണല്ലേ? ഇതുപോലെ അനേകം പ്രപഞ്ച നാമരൂപങ്ങൾ ഉണ്ടെങ്കിലും ഓരോന്നിൻ്റെയും ഗുണങ്ങളിൽ അല്ലെങ്കിൽ ദോഷങ്ങളിൽ
വ്യത്യാസം അല്ലെങ്കിൽ ഭേദമുണ്ടെങ്കിലും ഇതെല്ലാം വാസ്തവത്തിൽ ബ്രഹ്മമാണ്, അല്ലെങ്കിൽ ഈശ്വരനാണ്, ആത്മാവാണ്. അതാണ് സത്യം. അത് സാക്ഷാത്കരിക്കാനാണ് നമുക്ക് മനുഷ്യജന്മം നൽകപ്പെട്ടിട്ടുള്ളത്. മണ്ണിൽ പാത്രരൂപങ്ങൾ എന്ന പോലെ ഒരേ പരമാത്മ വസ്തുവിൻ്റെ രൂപഭേദങ്ങൾ മാത്രമാണ് പ്രപഞ്ചം. അതായത് എന്ത് കണ്ടാലും അത് ഈശ്വരനാണ് ഈ രൂപത്തിൽ കാണപ്പെടുന്നത് എന്ന് അനായാസമായി ഓർമ്മിക്കാൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈശ്വര ഭജനം നിരന്തരമായിരിക്കും. നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകുന്നു, പ്രദക്ഷിണം വയ്ക്കുന്നു, പിന്നെ വൈകുന്നേരം പോകുമായിരിക്കും. നട്ടുച്ചയ്ക്ക് പോയ അമ്പലങ്ങളൊക്കെ അടച്ചിരിക്കുകയാണ് പതിവ്. ഉച്ചയ്ക്ക് ചെന്ന് തൊഴാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും മാത്രം മതിയോ ഭഗവത് ആരാധന, ഈശ്വര പൂജ? ഈശ്വരഭാവം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും അകലാൻ പാടില്ല. എപ്പോഴും ഈശ്വര വിചാരം ഉള്ളിലുണ്ടാവണം. അല്ല, അതെങ്ങനെ സാധ്യമാവും? നമ്മൾ ഓഫീസിൽ പോകുന്നു, അല്ലെങ്കിൽ വേറെ സ്കൂളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വയലിൽ കൃഷി ചെയ്യുന്നവരുണ്ട്. ഇവരൊക്കെ എപ്പോഴും ഭഗവാനെ വിചാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അവർക്ക് അവരവരുടെ കാര്യങ്ങൾ നോക്കണ്ടേ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുക. ചോദിച്ചില്ലെങ്കിൽ അങ്ങനെയാവും നിങ്ങൾ ചിന്തിക്കുക. ഈ ഈശ്വരന് പ്രത്യേക രൂപമില്ല, എല്ലാം ഈശ്വരൻ്റെ രൂപമാണ് എന്ന് കാണാൻ കഴിഞ്ഞാൽ എന്ത് കണ്ടാലും അത് ഈശ്വരനാണ് എന്ന് ഓർമ്മിക്കാൻ എന്താ പ്രയാസം? യാതൊന്നു കണ്ടത് നാരായണ പ്രതിമ, യാതൊന്നു കേട്ടത് നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വത് നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമഃ. ഇതല്ലേ നമ്മുടെ ആചാര്യൻ തുഞ്ചത്താചാര്യൻ ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞു തന്നത്. യാതൊന്നു കണ്ടത് നാരായണ പ്രതിമ, നാരായണന്റെ പ്രതിമ, മഹാവിഷ്ണുവിൻ്റെ, ഗുരുവായൂരപ്പൻ്റെ ആ പ്രതിമ മാത്രമല്ല, സകലതും അദ്ദേഹത്തിൻ്റെ പ്രതിരൂപങ്ങളാണ്. എല്ലാ നാമരൂപങ്ങളിലും നാരായണൻ വ്യാപിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് വിശേഷിച്ചൊരു രൂപമില്ല. ഏത് രൂപത്തിലും നമുക്ക് നാരായണനെ കാണാൻ കഴിയണം. അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ ഈശ്വര സ്മരണ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് അകലുകയില്ല. എപ്പോഴും എല്ലാറ്റിലും എന്ത് കണ്ടാലും എല്ലാം ഈശ്വരൻ, ഭഗവാൻ എന്ന് ഓർമ്മിക്കാൻ കഴിഞ്ഞാൽ ഈശ്വര ദർശനത്തിന് വേണ്ടി നാം എന്തിനി പ്രയത്നിക്കണം? എനിക്ക് ദൈവത്തെ കാണണം, ഭഗവാനെ കാണണം. ഒരാൾ ഗുരുവിനോട് ചെന്ന് പറഞ്ഞാണ്, ഗുരുദേവ, എനിക്ക് ഈശ്വര ദർശനം നേടണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം ചിരിച്ചോണ്ട് പറഞ്ഞു, ഇത്രയേ ഉള്ളോ? ഭഗവാനെ കാണണമല്ലേ? നീ കാണുന്നതൊക്കെ ദൈവമാണ്. തീർന്നില്ലേ? പൊയ്ക്കോ. ദൈവമാണ് എന്ന് കാണാൻ കഴിയുന്നില്ല. ദൈവത്തിനൊരു വിശേഷപ്പെട്ട രൂപം അല്ലെങ്കിൽ ഒരു ദിവ്യരൂപം, ആ രൂപത്തിൽ മാത്രമേ ദൈവം ഉള്ളൂ. ആ ദിവ്യരൂപത്തെ പ്രത്യക്ഷപ്പെടുത്തണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. തെറ്റാണ്. ഇവിടെ പ്രത്യക്ഷമായി എന്തൊക്കെയുണ്ടോ അതുപോലെ പരോക്ഷമായിട്ടും എന്തൊക്കെയുണ്ടോ അതെല്ലാം ഭഗവാന്റെ തിരുരൂപങ്ങളാണ് എന്ന് കാണാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ശരിയായ ഈശ്വര ദർശനം. അങ്ങനെ ഈശ്വരനെ കാണാൻ കഴിയുന്നവർ അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ല. അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് നേടേണ്ടത് ഇതാണ്. സർവ്വദിക്കിലും സർവ പദാർത്ഥങ്ങളിലും ഈശ്വരനെ കാണാൻ കഴിഞ്ഞാൽ അയാളുടെ ഈശ്വര ഭജനം സാർത്ഥകമായി എന്ന് പറയാം. അല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ അമ്പലത്തിൽ പോകൂ, നാമങ്ങൾ ജപിക്കൂ, വഴിപാടുകൾ നടത്തൂ. അങ്ങനെ കുറേ ജന്മങ്ങളുടെ ഒടുവിൽ എല്ലാം ഈശ്വരമയമാണ് എന്ന ഭാവം ഈശ്വര കൃപ കൊണ്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ഈശ്വരതത്വം എന്താണ് എന്നുള്ളത് വ്യക്തമായി അറിയാൻ പറ്റും. അതുവരെ ഇങ്ങനെയുള്ള സത്കർമ്മങ്ങളൊക്കെ ചെയ്തോളൂ, അല്ലാതെ വേറെന്താ മാർഗം? എന്തെങ്കിലും ചെയ്യണ്ടേ? ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി പൂജ, നാമജപം, ആരാധന, തീർത്ഥയാത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. നമ്മൾ കൊള്ളയടിക്കാനും അങ്ങനെയുള്ള ദുഷ്പ്രവൃത്തികളിൽ നമ്മൾ വ്യാപരിക്കുന്നില്ലല്ലോ. അങ്ങനെ സത്പ്രവൃത്തികളിലൂടെ മനസ്സിനെ ശുദ്ധീകരിച്ച് യഥാർത്ഥ ഈശ്വരതത്വം സർവവ്യാപകമാണ് എന്ന് അനുഭവിക്കണം. അറിഞ്ഞാൽ പോരാ, ആദ്യം ഇതാണ് സത്യം എന്നുള്ളത് മഹാത്മാക്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അത് അനുഭവിക്കാറാകണം. എന്നാലേ പ്രയോജനം. അതാണ് ഈശ്വരാനുഭവം നേടണമെന്ന് പറയുന്നത്. എല്ലാം ഈശ്വരനാണ് എന്നുള്ള അറിവ്
അത് ബുദ്ധിയിൽ തങ്ങി നിന്നതുകൊണ്ട് കാര്യമില്ല. ആരംഭം അങ്ങനെ ആയിക്കോട്ടെ, തുടക്കം അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ എന്തനുഭവിക്കുന്നു? ഈശ്വരനെയാണ് അനുഭവിക്കുന്നത്. പക്ഷെ ഞാൻ അനുഭവിക്കുന്നത് ഈശ്വരനാണ് എന്നറിയുന്നുണ്ടോന്നാണ്. ആ ഒരു സ്മരണയുണ്ടോ? അതെ, അതൊക്കെ ഈശ്വരനാണ് എന്ന ഭാവമുണ്ടോ? അത് ഭൂമി, ആകാശം, വൃക്ഷങ്ങൾ, പക്ഷികൾ എന്നല്ലേ അനുഭവമുള്ളൂ. ഈശ്വരന്റെ രൂപങ്ങളാണെന്ന് അനുഭവമുണ്ടോ? ഈ രൂപത്തിൽ പ്രകടമായിരിക്കുന്നത് ഈശ്വരനാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ടോ? കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഈശ്വരാനുഭവമല്ല. ഈശ്വരനെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്, അതാണ് സത്യം എന്നുള്ളത് അംഗീകരിക്കാം, അതിൽ തെറ്റില്ല. പക്ഷെ അത് ഈശ്വരനാണ് എന്ന് കാണാൻ കഴിയുന്നില്ലല്ലോ. അതിനെ നാമരൂപങ്ങളായി, വസ്തുക്കളായി, വ്യക്തികളായി, ദുഷ്ടനും ശിഷ്ടനും കൊള്ളക്കാരനും കൊലപാതകയും ഒക്കെ ആയിട്ടല്ലേ നമ്മൾ കാണുന്നത്. സകലതിൻ്റെ ഉള്ളിലും ഈശ്വരനുണ്ട്. എല്ലാം ഈശ്വരൻ്റെ അവതാരങ്ങളാണ് എന്ന് കാണാൻ കഴിഞ്ഞാൽ അതിനേക്കാളും ഉദാത്തമായ മറ്റെന്ത് ദർശനമാണ് ഉണ്ടാവുക? അതാണ് ശരിക്കും ഈശ്വര സാക്ഷാത്കാരം നേടിയവരുടെ അനുഭവം. മണ്ണിൽ പാത്രരൂപങ്ങളെന്ന പോലെ ഒരേ പരമാത്മ വസ്തുവിൻ്റെ രൂപഭേദങ്ങൾ മാത്രമാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചത്തിലുടനീളം, പ്രപഞ്ച പദാർത്ഥങ്ങളിൽ, സകല ജീവികളുടെയും ശരീരങ്ങളിലും എല്ലാം ഈ ആത്മാവ് വ്യാപിച്ചിരിക്കുന്നു. പ്രപഞ്ചം ആത്മമയമാണ് എന്ന് കാണാൻ കഴിയണം. അതാണ് നമ്മൾ അന്തിമമായി അറിയേണ്ടത്. അതിന് ഉതകുന്ന, അതിന് സഹായിക്കുന്ന, അതിന് ഉപകരിക്കുന്ന പ്രവൃത്തികളിൽ വ്യാപരിക്കും. ഇതാണ് ലക്ഷ്യം. എവിടെയാണ് കണ്ടെത്തേണ്ടത്? പരവെളിയിൽ, ഹൃദയാകാശത്തിലാണ് ഈ ആത്മാവിനെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുക. പുറമേ അന്വേഷിച്ചാൽ കുറേ നാമരൂപങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അമ്പലത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങൾ പോലും ലോഹം കൊണ്ടോ മരം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശില കൊണ്ടോ കല്ലുകൊണ്ടോ ഒക്കെ നിർമ്മിക്കപ്പെട്ട രൂപങ്ങളാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ അത് വന്ന ഒരു ജഡവസ്തുവാണ്, അതിൽ സംശയമൊന്നുമില്ല. അതിൽ നമ്മൾ ഈശ്വര ഭാവന പുലർത്തുന്നു, അത്രയേ ഉള്ളൂ. ഒരു നാസ്തികനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു മോഷ്ടാവ് ക്ഷേത്രം കുത്തി തുറന്ന് വിഗ്രഹത്തെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, വിഗ്രഹ മോഷ്ടാക്കൾ. ദൈവത്തെ മോഷ്ടിക്കാൻ പറ്റുമോ? പക്ഷെ നമ്മളെന്താണ്, അമ്പലത്തിലെ വിഗ്രഹം മോഷണം പോയി. ആ വിഗ്രഹമല്ല ദൈവം. ആ വിഗ്രഹത്തിൽ നമുക്ക് ഈശ്വര ഭാവന അനായാസമായി അംഗീകരിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത് മാത്രമല്ല ഈശ്വരൻ, എല്ലാ രൂപങ്ങളും ഈശ്വരനാണ്. അതാണ് സാർവത്രികമായ ഈശ്വര ഭാവന എന്ന് പറയുന്നത്. സകലതിലും ഈശ്വര ദർശനം. അത് നമ്മുടെ മനസ്സ് വിശാലമാകുമ്പോൾ മാത്രമേ അങ്ങനെ കാണാൻ പറ്റൂ. അമ്മയെ ഈശ്വരനാണെന്ന് കരുതാൻ പറ്റുന്ന എത്ര മരുമക്കളുണ്ട്? മരുമക്കളിൽ ഈശ്വരഭാവം പുലർത്തുന്ന എത്ര അമ്മമാരുണ്ട്? ശത്രുവിൽ പോലും ഈശ്വരനെ കാണാൻ കഴിയുന്ന പാകത എത്ര മനുഷ്യർക്കുണ്ട്? ശത്രുവിൽ പോലും ഈശ്വരനെ കാണുക, ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എനിക്ക് മുഖഭാവം കണ്ടാൽ അറിയാം, നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോ സ്വാമി? ഇതൊക്കെ നടപ്പിലാക്കിയവരാണ് ജ്ഞാനികൾ. അവർക്ക് ശത്രുവെന്നോ മിത്രമെന്നോ ഉള്ള ഭേദമില്ല. സകലതിലും, സർവ്വതിലും, സകല ദിക്കിലും നല്ലതെന്നോ ചീത്തയെന്നോ ശ്രേഷ്ഠമെന്നോ നീചമെന്നോ ഉള്ള ഭേദഭാവങ്ങളൊന്നുമില്ലാതെ സർവ്വദിക്കിലും ഈശ്വരനെ കാണാൻ ആർക്ക് കഴിയുന്നുണ്ടോ അവരാണ് ജ്ഞാനികൾ. അങ്ങനെയുള്ള ജ്ഞാനികൾ ഒന്നല്ല, രണ്ടല്ല, പത്തല്ല, നൂറല്ല, ആയിരമല്ല, പതിനായിരമല്ല, അസംഖ്യം. അങ്ങനെയുള്ള ജ്ഞാനികൾ നമ്മുടെ പവിത്രമായ ഭാരതഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. ഇപ്പോഴും പലരും ജീവിക്കുന്നുണ്ടായിരിക്കും, നമുക്കറിയില്ല. ജ്ഞാനിക്കെന്താ കൊമ്പുണ്ടോ എന്നാണ്. ഒരാൾ ജ്ഞാനിയാണോ അല്ലയോ? നിങ്ങളെങ്ങനെയാണ്? പശുവിനും കാളയ്ക്കും എരുമയ്ക്കും ഒക്കെ കൊമ്പുണ്ട്, അതിനൊരു പ്രത്യേകിച്ച് ഷേപ്പുണ്ട്. ഇത് പശു, ഇത് കാള, ഇത് എരുമ, ഇത് പോത്ത്, ഇത് ആട്. അതുപോലെ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ രണ്ട് കൊമ്പ് മുളയ്ക്കുമോ? ജ്ഞാനിക്കെന്താ രണ്ട് കൊമ്പുണ്ടോ? കൊമ്പ് മുളച്ചവൻ ജ്ഞാനി. അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെ കൊമ്പുണ്ടെന്ന് നമുക്ക് അന്വേഷിക്കാം. കൊമ്പുണ്ടെങ്കിൽ ഇദ്ദേഹം ജ്ഞാനിയാണ്. അങ്ങനെ ജ്ഞാനം നേടിയാൽ കൊമ്പൊന്നും മുളയ്ക്കില്ല. ഒരു പ്രത്യേകതയും ബാഹ്യമായി ആ ശരീരത്തിലുണ്ടാവില്ല. പക്ഷേ മനസ്സ് പൂർണ്ണമായി പരിവർത്തനപ്പെട്ട് കഴിഞ്ഞു. കംപ്ലീറ്റ് അയാളുടെ വീക്ഷണകോൺ തന്നെ മാറി മറിഞ്ഞു. നാമരൂപങ്ങളായി കണ്ടുകൊണ്ടിരുന്ന വസ്തുക്കളെ
ഈശ്വരനായി ഇപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് എല്ലാറ്റിലും ദിവ്യഭാവം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹത്തെ ദ്രോഹിക്കുന്നവരെ പോലും അദ്ദേഹം ഈശ്വരനായി കാണുന്നു. അതിൽ കവിഞ്ഞ ഒരു ഈശ്വര ദർശനം വേറെയില്ല. ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പരമകാഷ്ഠ എന്താണ് എന്ന് യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രനെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. എന്താണ് ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠ? വസിഷ്ഠ മഹർഷി പറയുകയാണ്, തന്നെ കൊല്ലാൻ കയ്യിൽ ഒരു വാളോടുകൂടി പാഞ്ഞടുക്കുന്ന ശത്രുവിനെ തൻ്റെ ഉറ്റ മിത്രമായി ആത്മസുഹൃത്തായി നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ അതിനേക്കാളും ഉയർന്ന ഒരു നിലയില്ല. പറ്റുമോ? അത് അല്പം പ്രയാസമാണ്. അത് പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റിക്കണം, മറ്റുള്ളവരെയല്ല, ഈ നില നേടണം. ഇത് പറ്റില്ല എന്ന് പറയരുത്, ഇത് പറ്റിക്കണം. ശത്രുവിൽ പോലും ഈശ്വരഭാവം, അത് അന്തിമഘട്ടമാണ്. ഇപ്പം നമുക്കിപ്പോൾ സാധനയുടെ ആരംഭഘട്ടത്തിൽ ഇതൊന്നും പറ്റില്ല. പതുക്കെ പതുക്കെയായിട്ട് നമുക്ക് എല്ലാറ്റിലും ഈശ്വരഭാവം പുലർത്താം. എന്ത് കാണുമ്പോഴും അതൊക്കെ ഈശ്വരനാണ് എന്ന് കാണാൻ ശ്രമിക്കാം. ഈശ്വര ചിന്തയെ കൂട്ടിച്ചേർക്കാം. വന്നിരിക്കുന്നത് അടുത്ത വീട്ടുകാരനാണ്, അല്ലെങ്കിൽ അയൽവക്കക്കാരനാണ്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്താണ്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവാണ്, അതറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നത് ചിത്താണ്. ഈശ്വരനാണ് ആ രൂപത്തിൽ എൻ്റെ മുമ്പിൽ പ്രകടമായിട്ടുള്ളത് എന്ന് ഓർമ്മിക്കാൻ എന്താ പ്രയാസം? ഒന്ന് ഓർമ്മിക്കാൻ, അല്ലെങ്കിൽ ഒരു ചിന്തയെ ഉള്ളിൽ ആനയിക്കാൻ 10 പൈസയുടെ ചിലവില്ല. നയാ പൈസ, 10 പൈസയല്ല, നയാ പൈസ ചിലവില്ലാത്ത കാര്യമാണ്. എന്താണ്? സകലത്തിലും ഈശ്വരനെ കാണുക, ആ ചിന്തയെ ഉള്ളിൽ ആനയിക്കുക. പണച്ചെലവുള്ള കാര്യമാണെങ്കിൽ വേണ്ട, നിങ്ങൾ ചെയ്യണ്ട. അതുകൊണ്ട് പതുക്കെ പതുക്കെ കാലക്രമത്തിൽ ബാലകൃഷ്ണൻ നായർ സാറ് പറയും, ഈ ആത്മസാക്ഷാത്കാരമൊക്കെ ഒരു ജന്മം കൊണ്ട്, ഒരു ജന്മം വേണ്ട സുഹൃത്തെ, ഒരു 15ഓ 20ഓ ജന്മങ്ങൾ എടുത്തോളൂ. 20 ജന്മങ്ങളുടെ, അല്ലെങ്കിൽ 25ഓ 50ഓ 100ഓ, അത്രയും കൊണ്ട് തീരുമല്ലോ സംഭവം. അനന്തമായി ഈ ജന്മ പരമ്പര നീണ്ടുപോവുകയില്ലല്ലോ. അങ്ങനെ അനേകം ജന്മങ്ങളുടെ ഒടുവിലെങ്കിലും ഈ ഉന്നതമായ നില നമുക്ക് കൈവരിക്കാൻ കഴിയണം. അതിനെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവർക്ക് അതിനെ അനായാസം നേടാൻ പറ്റും. ഈ ജന്മത്തിൽ തന്നെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്ന് വരാം. അതുകൊണ്ട് നമുക്ക് സാധ്യമല്ലാത്ത ഒന്നാണ്, വളരെ പ്രയാസമേറിയ ഒന്നാണ്, അങ്ങനെ വിചാരിക്കേണ്ട. നമുക്ക് ശ്രമം തുടങ്ങാം. പതുക്കെ പതുക്കെ ആദ്യം വീട്ടിലുള്ള പൂജാമുറിയിലെ ബിംബത്തിലോ അല്ലെങ്കിൽ പടത്തിലോ, അത് ഈശ്വരനാണ്, ആ ഭാവം നമുക്കിപ്പോഴും ഉണ്ട്. അമ്പലങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങൾ, അതിലൊക്കെ നമുക്ക് ഈശ്വരഭാവം സ്വാഭാവികമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. റോഡിൽ കിടക്കുന്ന കല്ല്, മണ്ണ്, ചപ്പ്, ചവറ്, ശുചീകരണ തൊഴിലാളികൾ, രാഷ്ട്രീയക്കാർ, സാമൂഹ്യ പ്രവർത്തകർ, ഇവരിലൊക്കെ ഈശ്വരഭാവം പുലർത്താൻ പറ്റുമോ? അവ ഇന്ന പാർട്ടിക്കാരനാണെന്ന് നമ്മൾ പറയും, അവ എൻ്റെ പാർട്ടിയല്ല. ഈ രാഗദ്വേഷങ്ങൾ എന്തിന്? രാഗദ്വേഷങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സാണ് കലുഷമാവുന്നത്. ഈശ്വരഭാവം നിലനിർത്തിയാൽ മനസ്സ് അത്യന്തം പവിത്രമായി തീരും. ആ പവിത്രമായ മനസ്സിന് മാത്രമേ, ആ മനസ്സിൽ മാത്രമേ ആത്മജ്ഞാനം പ്രകാശിക്കൂ. നമ്മുടെ സമയം അവസാനിച്ചു എന്ന് തോന്നുന്നു. 1 മണിക്ക് നിർത്താൻ പറഞ്ഞാൽ 2-3 മിനിറ്റ് കഴിയും. താമസിച്ചേ നിർത്തൂ. നിങ്ങളാണ് കേൾക്കുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യമുണ്ട്, അതുകൊണ്ടാണല്ലോ സംസാരിക്കാൻ വരുന്നത്. ഇല്ലെങ്കിൽ പറ്റില്ല, വേറെ പല ജോലിയുണ്ട്, ഇന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഒഴിയാമല്ലോ. അങ്ങനെ ഒഴിയാത്തതിന് കാരണം എനിക്ക് ഈ വിഷയം സംസാരിക്കാൻ എന്തെന്നില്ലാത്ത ആഗ്രഹമാണ്. ശാരീരികമായ തളർച്ചയെല്ലാം ആ സമയത്തേക്ക് മാറി നിൽക്കും. അത് കഴിഞ്ഞ് ക്ഷീണം തോന്നും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ സത്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ക്ഷീണം തോന്നാറില്ല. ആ സമയത്തേക്ക് അതൊക്കെ മാറി നിൽക്കും. കേൾക്കുന്നവർക്ക് ക്ഷീണം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം അവരൊന്നും ചെയ്യുന്നില്ലല്ലോ, കേൾക്കുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. കേൾക്കുക എന്നുള്ളത് ആയാസകരം ആയ ഒരു പ്രവൃത്തിയല്ല. പറയുക, സംസാരിക്കുക, അതാണ് ബുദ്ധിമുട്ട്. അയാൾക്കാണ് ഊർജ നഷ്ടം സംഭവിക്കുന്നത്. കേൾക്കുന്നവർക്ക് ഊർജ നഷ്ടം സംഭവിക്കുന്നില്ല. പക്ഷേ വേറൊരു പ്രയോജനമുണ്ട്, സുഖമായി ഉറങ്ങാം. മെത്തയിൽ, ഡള്ളപ്പ് മെത്തയിൽ കിടന്നാൽ കിട്ടാത്ത ഉറക്കം സത്സംഗത്തിൽ വന്നിരുന്നാൽ കിട്ടും. അങ്ങനെ ഒരു സവിശേഷത കൂടെ ഉണ്ട്. അതുകൊണ്ട് ഉറക്കം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വരിക. എൻ്റെ പ്രഭാഷണം അവരെ കൊണ്ട് ശ്രവിപ്പിക്കുക. 10 മിനിറ്റ് തികയില്ല, ഉറങ്ങും. ഗ്യാരണ്ടി. പ്രീതി മിക്സി വാങ്ങിക്കൂ, ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്നത് പോലെ ഉറക്കാൻ എനിക്ക് പറ്റും. എൻ്റെ
കഴിവല്ലാതെ വേദാന്ത ശാസ്ത്രത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയോ ഒരു കഴിവോ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം നേടിത്തരാൻ പറ്റില്ല. ആത്മജ്ഞാനിക്ക് എപ്പോഴും സുഖം അയാൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ സാധാരണക്കാർ, ജ്ഞാന നിലയിലേക്ക് ഉയരാത്തവർ, അവരെ ഉറക്കിക്കിടത്താനുള്ള ശക്തി ഈ സാന്ത്വന വാക്കുകൾക്കുണ്ട്. ഇത് സത്യമാണ്, സത്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് കേട്ട് നമ്മുടെ മനസ്സ് അഗാധമായ നിദ്രയിലേക്ക് പോകുന്നു എന്നുള്ളത് ദോഷമല്ല. നിദ്രയിൽ നിങ്ങൾ അനുഭവിക്കുന്നത് എന്താണ്? സുഖമോ ദുഃഖമോ? സുഖം. ആ സുഖമാണല്ലോ ജ്ഞാനത്തിലൂടെയും ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു സാധനയും ചെയ്യാതെ അല്പസമയം സുഖമായിരിക്കുന്നു എന്നുള്ളത് അതൊരു ലാഭം തന്നെയാണ്. പക്ഷെ കാര്യം പിടികിട്ടത്തില്ല ഉറങ്ങിപ്പോയത് കൊണ്ട്. അതുകൊണ്ട് പറ്റുന്നിടത്തോളം ഉറങ്ങാതെ കേൾക്കുക, കാര്യം ഗ്രഹിക്കുക. ഉറങ്ങിയാലും ദോഷമൊന്നും. നിർത്താം. ഓ ഉറങ്ങിക്കഴിയും. ഉറക്കമെങ്കിലും സുഖമായിരുന്നു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.